കട്ടി കുറയുമ്പോൾ. നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിന്നൊരു വിശേഷം പറയാനുണ്ട്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 23rd വെഡ്ഡിങ് ആനിവേഴ്സറി. അതുപോലെ എത്ര പൊട്ടിച്ചിരിക്കുന്നതിനെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്. ദൈവം നമ്മളോട് എന്നാ പറയുക, ഏറ്റവും കരുണയായിരിക്കുന്നതോർത്ത്, ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കാൻ അനുഗ്രഹിച്ചതോർത്ത്, എന്നാ പറയുന്നത്, 23 വർഷം 23 ദിവസം പോലെ കടന്നു പോയതോർത്ത്. ഇനി ഞാൻ യൂട്യൂബിൽ ഇതിനകത്തില്ലേ പോസ്റ്റിനകത്ത് കുറിച്ചായിരുന്നു, ഒരു 100 വർഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സെഞ്ചുറി അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെന്തായാലും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ ലോകത്തിലായാലും പരലോകത്തിലായാലും എവിടെയാണ് എനിക്ക് ഡബിൾ സെഞ്ചുറി ഒക്കെ അടിച്ച് കിട്ടണേ. അപ്പോൾ അതന്നേക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പം ഇത് കേൾക്കുന്ന സമയത്തൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. വിദ്യയുടെ കുടുംബത്തിനും നല്ലത് വരുത്തണേന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളും എന്തോരം പ്രാർത്ഥിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, സന്തോഷം ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സെമി ടെസർ സാരി ഓഫർ റേറ്റിലാണ് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷോപ്പിലായാലും ഓൺലൈനിലായാലും സെമി ടെസർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ല. ഇതുണ്ടോ, ഇതാണ് സാരി. ഇതിൽ ഒരു സെൽഫ് ഡിസൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. എന്നാ പറയുന്ന ടെസറിൻ്റെ തനി റിപ്ലിക്കയാണ്. എന്നാ പറയുക, ഒരു രീതിക്ക് നമുക്ക് ടെസറല്ലാന്ന് തോന്നിക്കണേ. പിടിച്ചൊക്കെ നോക്കുമ്പോൾ, അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തോന്നും കേട്ടോ. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ടെസറിൻ്റെ വിലയും ടെസറിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും നമ്മളതിനെ പരിപാലിച്ച് പൊന്നുപോലെ, മുത്തുപോലെ, പവിഴം പോലെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു. ആവശ്യമുള്ള കോളായിരിക്കും എന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ഭാഷ, വേറെ ഏതോ ഒരു ഭാഷ, ലോകത്ത് കേട്ടിട്ടേ ഇല്ലാത്തൊരു ഭാഷ. വെറുതെ എൻ്റെ വീഡിയോ കട്ടാക്കി. അപ്പോൾ ഇല്ലേ, ഇഷ്ടമുള്ളൊരു സാരി ടെസർ നമ്മളുടെ പ്യുവർ ടെസർ, ഒറിജിനൽ ടെസർ സൂക്ഷിക്കണമെങ്കിൽ എല്ലാവർക്കും അറിയാം. കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്നതിലും കാര്യമായിട്ട് പരിപാലിച്ചാലൊക്കെ അതൊക്കെ നിൽക്കുള്ളൂ. എന്തെങ്കിലും ആട്ടെ. അപ്പം ഇതാണ് സാരി. ഇത് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് 12 കളർ കണ്ടുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ സിംഗിൾ പീസസ് ആണ്. ഈ ഒരു കളറിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വേറെ പീസസ് ഇല്ല. കാരണം അതുകൊണ്ടാണ് ഓഫർ റേറ്റിൽ വന്നിരിക്കുന്നത്. ഇതിലൊരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് റെഡ് കളർ. ഇത് കണ്ടോ, ഇത് വരും മുന്താണി. ഇങ്ങനെ വരും മുന്താണി. ഇനിയൊരു ചെറിയൊരു ലൈൻസ് ആയിട്ട് ബോഡിയിൽ ഒരു സെൽഫ് പ്രിൻറ്റ്. ഇത്രയും ഉണ്ട് കേട്ടോ മുന്താണി. ഇവിടം വരെ മുന്താണി, ബോഡിയിൽ സെൽഫ് പ്രിൻറ്റ്. അതിൻ്റെ സ്റ്റഫാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാരി ആയിട്ടാണെങ്കിലും ചുരിദാർ സെറ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെ വന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ടെസർ എന്ന് പറയുന്നത്. ഇത് വരും ബ്ലൗസ് ഉണ്ട്, പ്ലെയിൻ വരും ബ്ലൗസ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 1299 ആണ്. ഇപ്പോഴത്തെ റേറ്റ് 899. പിന്നെ ഈ പറഞ്ഞ പോലെ ടെസർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പല മെറ്റീരിയൽ അല്ല, ആ ഒരു ടെസറിൻ്റെ ഫീൽ കുറേ കൂടെ റേറ്റിലും ടെസർ ഇറങ്ങുന്നുണ്ട്. ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് 2000 രൂപയുടെ 2500 രൂപയുടെ ഒക്കെ സെമി ടെസർ ഇറങ്ങുന്നുണ്ട്. പലതിനും പല ക്വാളിറ്റി സ്റ്റഫും ആയിരിക്കും. ഇത് എല്ലാം ഒന്ന് തന്നെയാണ്, കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച്. ഇത് ഡാർക്ക് വാടാമുല്ല കളർ. ഇഷ്ടമുള്ള കളർ എടുത്തോ. ഈ പറഞ്ഞ പോലെ നിങ്ങളിനി ഒരു കളർ ചോദിച്ചിട്ട് ആ കളർ കിട്ടിയില്ലെങ്കിൽ വേറെ കളർ നോക്ക് കേട്ടോ. ഇതാ അടുത്തത്. ഇത് നല്ലൊരു തീപ്പട്ടി കളർ എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു വയലറ്റ് കളർ, ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, ലാവണ്ടറിൻ്റെ അല്ലെങ്കിൽ ലൈലാക്കിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് മുന്താണി, ഇത് വരും ബോഡി. ഇതിലെല്ലാം നൂലെന്നാന്നറിയാവോ, ഈ ടാസിലേന്ന് വരുന്ന നൂലാണ് കേട്ടോ. ടാസിലേന്ന് ഇങ്ങനെ പോകുന്നേക്കോ നൂല്. ഇത് കണ്ടോ, അതാണേ നൂല്. കാണുന്ന ഒരു രസമില്ല, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ കാണുന്നത്. ഇത് കണ്ടോ, ഇതാണേ. അപ്പം ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ ആശിച്ച ഹിപ്പിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ മുട്ടയെ സ്വീകരിക്കണം. റാണി പിങ്ക് കളർ, പേസ്റ്റൽ കളർ വേണോ, അത് ഇതിനകത്തുണ്ട്. ഡാർക്ക് നല്ല കളറല്ലേ, നല്ല ഡാർക്ക് കളർ വേണോ, അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ടെസറിൻ്റെ നിങ്ങൾ സെമി ടെസർ എടുത്താൽ മതിയെന്നേ. ഞാനൊക്കെ ആണെങ്കിൽ അതേ പറയുള്ളൂ. ഞാൻ നേരത്തെയൊക്കെ ടെസറിൻ്റെ ചുരിദാർ ഇടുമായിരുന്നു. എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് ലിൻ്റെ അങ്ങോട്ട് പൊങ്ങും, ഇവിടുത്തെ എല്ലാം അങ്ങോട്ട് പൊങ്ങിയിരിക്കും. നമ്മൾ എന്നിട്ട് വല്ല ഈ ഷേവ് ചെയ്യുന്ന സാധനം വെച്ച് പഠിച്ചാലോ നോക്കും. കാരണം 10,000 8,000 രൂപ കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന സാധനമാണേ. ഒരു രക്ഷയില്ല. അതിൽ മടക്കി വെച്ചാൽ അവിടെ ഇങ്ങനെ പാട് വീഴും. എപ്പോഴും കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ പരിപാലിക്കണം.
റാണി പിങ്ക് ഇതൊന്നും ഇട്ടല്ലോ, വെള്ളപ്പേലും മുത്തുമാല ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. എന്നെ പണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു ഓൺലൈനിൽ. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഓൺലൈനിൽ. എന്നിട്ട് എന്നാ പറഞ്ഞാലും ഉണ്ട് ഏറ്റവും അവസാനം പേളുമാല പോയി നിൽക്കും പറഞ്ഞ് ഇന്നെന്നാ പേളുമാല പറയുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വരുന്നു. മുന്തിരി കളർ, ഗ്രേപ്പ് വൈൻ അല്ല, ഗ്രേപ്പ് കളർ. നോക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ടോന്നേ കറക്റ്റ് കളറ്. നല്ല കളറാണ് കേട്ടോ. ഒരു കളറ് പോലും ഇതിനകത്തേക്ക് ചുമ്മാ പറയുന്നല്ല, വെറുതെ ഒട്ടും കാര്യം ചുമ്മാ പറയുന്നല്ല. നല്ല കളേഴ്സാണ്. നേരെ കാണുമ്പോൾ തന്നി ടസർ ഇട്ടതിൻ്റെ അതേ ഇത് കണ്ടോ, ആ ഒരു പടുപടുപ്പ് കണ്ടോ, ദേശി ടസറിൻ്റെ അതേ ഒരു ഫീൽ കണ്ടോ. ബ്ലൗസ് ഈ കളർ തന്നെ പ്ലെയിൻ ആണ്, ഈ സെയിം മെറ്റീരിയൽ പ്ലെയിനാണ്. നിങ്ങൾ ഈ സെയിം മെറ്റീരിയൽ ബ്ലൗസ് തയ്ച്ചിടുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടസറിൻ്റെ കൂടെ ടസർ തന്നെ ഇടുന്ന പോലെ തോന്നണം. മുന്താണ് ഇത് വന്നിട്ട് ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടോ. ഞാൻ ഈ ബ്ലൗസൊക്കെ വേറെ ഇട്ടിട്ടൊക്കെ കാണിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇതൊക്കെ ഉടുത്തിട്ട് ഒരെണ്ണം എടുത്ത് ഉടുക്കണം, എന്നിട്ട് നല്ല അതിന് ചേരുന്ന ഒരു മാലയൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളത് കാണിക്കണം. അങ്ങനെയാണ് കാണിക്കേണ്ടത്. അല്ലാതെ വിദ്യ കാണിക്കുന്നതാണ് മേശപ്പുറത്ത് ടേബിളിലിട്ടല്ല കാണിക്കേണ്ടത് അല്ലേ. ടേബിളിലിട്ട് കാണിച്ചാൽ സാരമില്ല, നിങ്ങൾക്ക് കാര്യം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, അതാ ഞാൻ പറയുള്ളൂ. ഇതിന് ബോർഡർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ ഞാൻ പറയാൻ മറന്നു, ഇതിനൊക്കെ ഒരു ചെറിയ ബോർഡർ ഉണ്ട്. ഇത് ബോഡിയെ അല്ല മുന്താണിയെ. ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു വീവിങ് ഇല്ലേ, സെൽഫ് വീവിങ് വന്നിരിക്കുന്നില്ലേ, സെൽഫ് പ്രിന്റ് വന്നിട്ടില്ലേ, ആ ഒരു സാധനത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ആ പ്രിന്റ് വിട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ബോർഡർ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴേ കണ്ടുള്ളൂ, പിന്നെ എനിക്കൊന്നാമതേ കണ്ണും പിടിക്കത്തില്ല അല്ലേ. നേവി ബ്ലൂ കളർ കേട്ടോ, നല്ല ഒലീവ് ഗ്രീൻ, അടിപൊളി പേസ്റ്റൽ കളർ. നല്ല കളേഴ്സാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല വെറൈറ്റി ലുക്കാണ്. കണ്ടോ വീഡിയോ എടുക്കാൻ നല്ല എളുപ്പമുണ്ട്. ഇത് പിങ്ക്, നല്ലൊരു പിങ്ക് കണ്ടോ, നല്ല രസമാണ്. വെള്ള ബ്ലൗസിന് ചിലപ്പം വേണമെങ്കിൽ ചേരും, പക്ഷേ ടസറുമായിട്ട് യോജിക്കുന്ന ബ്ലൗസ് കിട്ടണം. അക്കോബ ഇടുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നിട്ട് വെള്ള പേളുമാലയും കൂടി ഇടണം. വയലറ്റ്, അയ്യോ വയലറ്റിന് തന്നെ വേറെ വയലറ്റിനോട് മാത്രം തന്നെ തിരിച്ചു വ്യത്യാസം ഉണ്ട്. ഇതിൻ്റെ മുന്താണ് ഇങ്ങനെ കേട്ടോ. പക്ഷെ എന്നാന്ന് പറഞ്ഞാൽ ഒറ്റ പീസേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെയൊക്കെ മുന്താണികൾ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ ചെയ്യാം. ഗ്രേപ്പിൻ്റെ വേറൊരു കളർ തേലും എല്ലാത്തിലും ആ ഒരു ഇത് പോകുന്നുണ്ട്. വയലറ്റ് മാത്രം വൈറ്റ് പോയെന്നേ ഉള്ളൂ. നല്ല പേസ്റ്റൽ കളർ, നല്ലൊരു കണ്ടോ, നല്ലൊരു ലുക്ക് തോന്നിക്കുന്ന കളറെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായത് സത്യമായിട്ട് ഞാൻ പറയും. നല്ല ലുക്കായിരിക്കും നമ്മളിതിട്ട് കഴിഞ്ഞാൽ. കുറച്ച് കളറുള്ളവരോ ആണെങ്കിലും കളറില്ലാത്തവരാണെങ്കിലും ആരാണെങ്കിലും നല്ലതായിട്ട് ചെയ്യും. ഇത് മുന്താണ് ബോഡി തേണ്ട ഇങ്ങനെ 899 നല്ല സാരി. പിങ്ക് 2 ഉണ്ടോ അതോ വേറെ പിങ്കാണോ? ഒന്നുമില്ല, റിപ്പീറ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് ഒരു ഒനിയൻ പിങ്ക്, ഇതിനും ഉണ്ട് വെള്ള. വൈറ്റ് ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്, പക്ക ഒനിയൻ പിങ്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഒനിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് ഗ്രേപ്പിൻ്റെ മറ്റൊരു ഷെയ്ഡ്. എന്താ ഇത്തന്നെ നിങ്ങൾ ഈ സ്റ്റഫേ നോക്ക്, സ്റ്റഫല്ല നോക്കേണ്ടത്, ആ ഒരു ടസർ ഫീൽ കിട്ടുന്ന അതേ സ്റ്റഫ് കണ്ടോ. അയ്യോ ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ കേട്ടോ. എന്നാ പറഞ്ഞാൽ ഇത് ടസറാക്കി എടുക്കാൻ ടസറിൻ്റെതായ പ്രോസസ്സിങ്ങും നൂലും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ വാഷേ ചെയ്യാൻ പാടുള്ളേ. വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പീച്ച്, നല്ല പീച്ചിനും വൈറ്റ് ബ്ലൗസ് നല്ലതാണ്. അക്കോബയുടെയൊക്കെ വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടൊരു വൈറ്റ് മാലയൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ, 2 ലെയർ മാലയൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം ഫംഗ്ഷൻ വെയർ സാരി. ഇത് ഡെയിലി വെയർ ആയിട്ടല്ല ശരിക്കും പറയും, ഡെയിലി വെയർ അല്ല, ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉടുക്കേണ്ടതാണ്. പിന്നെ ഓവറായിട്ടായിട്ടാൽ ഭയങ്കര അലങ്കോലപ്പണികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് ഉടുക്കുകയും ചെയ്യാം.
ഡോക്ടേഴ്സൊക്കെ പോലുള്ളവർക്ക് ഡെയിലി വെയർ ആയിട്ടും ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്ക് സിമ്പിൾ വെയർ ആണ്, പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഫീലും തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ട് പറ്റും. ഇതില്ലേ എന്നാ കളറാ, ബിസ്ക്കറ്റ് കളറിൻ്റെ ഒരു ഓരോ ഉപമ കേൾക്കണോ? ഈ കളർ എന്നാ കളറാന്ന് ചോദിച്ചാൽ പീച്ച് ചാണകത്തിൽ വീണതാണ്, എന്തൊക്കെയാണ് പറയുന്നത്. പീച്ചും ബിസ്ക്കറ്റ് കളറും കൂടെ കൂടി കോമ്പിനേഷൻ വരുന്ന ഒരു കളറ് മുന്താണിതേൻ്റെ ഇങ്ങനെ വരും. ബ്ലൗസ് എല്ലാത്തിൻ്റെയും പ്ലെയിൻ, അതെ ഈ ഒരു ഭാഗമില്ലേ, ഈ കാണുന്നില്ലേ, ഇതാണ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് അല്ല, അങ്ങനെയാണ് ബ്ലൗസ്. അത് ബ്ലൗസ് അല്ല, അത് മുന്താണിയ. ഒനിയൻ കണ്ടോ, നല്ല മജോറിറ്റിയും പേസ്റ്റൽ കളേഴ്സാണ്. പേസ്റ്റൽ കളറുകൾ വേണം എടുക്കാൻ സത്യത്തിൽ. എനിക്ക് ഏത് കളർ യോജിക്കും എന്ന് ഡൗട്ടുള്ളവർ, എനിക്ക് ഏത് കളറാണ് പറ്റുന്നത് എന്ന് ഡൗട്ടുള്ളവർ പേസ്റ്റൽ കളേഴ്സ് എടുക്കുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പേസ്റ്റൽ കളേഴ്സ് എല്ലാവർക്കും ചെയ്യും, എല്ലാവർക്കും ഒരു ലുക്കും ഗമയൊക്കെ കിട്ടും. പക്ഷേ പേസ്റ്റൽ കളറുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കില്ല, മടക്കി വെച്ചേക്കുന്ന കണ്ടാൽ. പക്ഷേ അതാത് രീതിക്ക് ബ്ലൗസും തയ്ച്ച് വെയർ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ അതിന് ചേരുന്ന ഒരു ഗെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വലിയ സാധനമാണെന്ന് പറഞ്ഞാലും നമ്മളതിനെ കൊണ്ടടക്കുന്ന പോലെയാണ് എപ്പോഴും പറയുന്നത്. ആരാണ്? ഞാനാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.